ഡോക്ടേഴ്സിനും സ്റ്റാഫിനും സംശയം കൊടുക്കാത്ത രീതിയിൽ തന്നെ കാശിയുടെ ഭ്രാന്തൻ അഭിനയം തകർത്തിരുന്നു. ഡോക്ടർ ഷാഹുലിനെ കാണുമ്പോൾ അവൻ കൂടുതൽ വയലൻ്റായും സ്റ്റാഫിനെയും മറ്റും നന്നായി ഉപദ്രവിക്കാനും ശ്രമിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ദുർഗയുടെ സാന്നിധ്യവും ഇഷ്ടപ്പെടാത്ത പോലെയാണ് അവൻ്റെ അഭിനയം. അതുകൊണ്ട് തന്നെ ഡോക്ടർ നാസറിനും സംശയം തോന്നിക്കാനുള്ള തെളിവും കിട്ടിയിരുന്നില്ല. വൈകിട്ട് 6 മണിക്ക് ദുർഗ കാശിക്കുള്ള മരുന്നുമായി അവൻ്റെ റൂമിലേക്ക് പോയി. അവൾ കയ്യിലെ ഇഞ്ചക്ഷൻ അവൻ്റെ കൈത്തണ്ടയിൽ കയറ്റുന്ന പോലെ അഭിനയിച്ചു. കൂടെയുള്ള നേഴ്സിന് കാശിയോടുള്ള ഭയം കാരണം വിട്ടുനിൽക്കുകയാണ്. ദുർഗ അവരെ ഹെൽപ്പ് ചെയ്യുന്ന സന്തോഷമായിരുന്നു അവർക്ക്. എന്നാൽ ദുർഗയ്ക്ക് കാശിയെ അവരുടെ മരുന്നിൽ നിന്ന് അവൻ്റെ ശരീരത്തെ രക്ഷിക്കണമെന്ന ചിന്തയായിരുന്നു. മരുന്ന് നൽകി ദുർഗ വീട്ടിലേക്ക് പോകാനിറങ്ങി. എന്നാൽ മുറിക്ക് പുറത്ത് ഇറങ്ങുന്നതിന് മുന്നേ നേഴ്സ് കാണാത്ത രീതിയിൽ അവൻ്റെ പോക്കറ്റിലേക്ക് ഒരു പേപ്പർ മടക്കിയത് ഇട്ടിരുന്നു അവൾ. എല്ലാവരും റൂമിൽ നിന്നും പോയതും കാശി ആ പേപ്പർ തുറന്നു. അതിലെ ഓരോ വരിയും അവന് പുതിയ ജീവിതത്തിലേക്കുള്ള വെളിച്ചമായിരുന്നു. CCTV കണക്ഷനെല്ലാം റിമൂവ് ചെയ്തിരുന്നു. കേടായ CCTV മോണിറ്റർ നോക്കാൻ വന്നവരാണ് ആ വർക്ക് ചെയ്തത്. ഗോവിന്ദൻ ഓരോരുത്തർക്കും പണം വാരിയെറിയും പോലെ നൽകി, തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. എല്ലാവരും അതിൻ്റെ നന്ദിയും ഭംഗിയായി ചെയ്തു. കാശി ആരോഗ്യപരമായി നല്ല ക്ഷീണിതനാണ്. അവന് വയറിലെ കഠിനമായ വേദന കാരണം നേരെ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. അവൻ ഇടറിയ കാലുകളോടെ വേച്ച് പുറത്തേക്കിറങ്ങി. സെക്യൂരിറ്റി അവന് പോകാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിരുന്നു. മുന്നിൽ കണ്ട കാറിൻ്റെ ഡിക്കിലേക്ക് അവൻ കയറി എന്നറിഞ്ഞതും ഡ്രൈവർ സീറ്റിൽ ഇരുന്നവൻ സ്പീഡിൽ ഓടിച്ചു വിട്ടു. രാത്രിയിലെ ഡോസ് കാശിനാഥിന് നൽകിയില്ലേ? അതെ ഡോക്ടർ, ദുർഗ ഡോക്ടർ നൽകിയിട്ടാണ് പോയത്. ഓക്കെ. ഈ CCTV മോണിറ്റർ വർക്ക് ചെയ്യുന്നില്ലേ? ഇല്ല ഡോക്ടർ, ഉച്ച മുതൽ മിന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് വർക്കേഴ്സിനെ അറിയിച്ചില്ലേ? നിങ്ങൾക്ക് ഇത്ര ശ്രദ്ധയില്ലേ? അറിയിച്ചിരുന്നു ഡോക്ടർ, അവർ വന്ന് ചെക്ക് ചെയ്തിരുന്നു. സ്ക്രീനിൻ്റെ പ്രോബ്ലം ആണെന്നാണ് പറഞ്ഞത്. നാളെ പുതിയത് ഫിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഡോക്ടർ ഷാഹുൽ അമർത്തി മൂളിക്കൊണ്ട് തൻ്റെ ക്യാബിനിലേക്ക് പോയി. 8:30 മണിക്ക് കാശിക്കുള്ള ഭക്ഷണവുമായി വന്ന സുഗുണനാണ് അവൻ്റെ ബെഡ് ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടത്. അവൻക്ക് സ്വാഭാവിക തോന്നി. ബാത്റൂമിലെ വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവൻ കഴിക്കാനുള്ളത് ടേബിളിൽ കൊണ്ടുവച്ച് അല്പനേരം കാശിയെ വെയിറ്റ് ചെയ്തു. പിന്നെ റൂമിന് പുറത്തേക്ക് പോകാൻ നേരം ഒന്നുകൂടെ ബാത്റൂമിലേക്ക് നോക്കി. അപ്പോഴാണ് അവനും അത് ശ്രദ്ധിച്ചത്. ബാത്റൂമിലെ ലൈറ്റ് കത്തുന്നില്ല. വെള്ളം ഒരേ രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആളനക്കം ഒന്നും തോന്നുന്നുമില്ല. അവൻ ശങ്കയോടെ ബാത്റൂമിൻ്റെ അടുത്തേക്ക് നടന്നു. കാശി അവൻ്റെ ഭ്രാന്തൻ ബുദ്ധിയിൽ വല്ല കെണിയും ഒരുക്കിയോ എന്ന ഭയം അയാൾക്കുള്ളതുകൊണ്ട് അല്പം അകന്നു നിന്ന് വാതിൽ ഒന്ന് തള്ളി. അത് മലർക്കെ തുറന്നു കിടന്നു. അപ്പോഴും ഉള്ളിൽ ആളനക്കം ഒന്നും തോന്നാത്തതും അവൻ തലയിട്ട് നോക്കി. കാശിയെ അതിനുള്ളിൽ ഇല്ല എന്ന് മനസ്സിലായതും അയാൾ അന്താളിച്ചു പോയി. പിന്നെ ആ ഹോസ്പിറ്റൽ മുഴുവൻ ശബ്ദ കോലാഹലമായിരുന്നു. കാശിയെ കാണാത്തറിഞ്ഞ നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായ ഡോക്ടർ ഷാഹുലും മറ്റും സ്റ്റാഫും നന്നായി ഭയപ്പെട്ടു. കാശിയെ പുറത്ത് കടക്കാൻ സഹായിച്ച സ്റ്റാഫുകളും നന്നായി അവനെ തിരഞ്ഞു നടന്നു. അവൻ്റെ പൊടി പോലും കാണാൻ കിട്ടിയില്ല എന്ന് മാത്രം. നാസർ ഡോക്ടർക്ക് മുന്നിൽ നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടേഴ്സും സ്റ്റാഫും നിരന്നു നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും തല താഴ്ന്നിട്ടാണ്. നാസർ എല്ലാവരോടും ദേഷ്യത്തിലാണ്. ഈ സമയമാണ് അയാളുടെ ഫോണിലേക്ക് മെസ്സേജ് സൗണ്ട് വരുന്നത്. അവളാണ് ഇതിൻ്റെ പിന്നിൽ, ആ ദുർഗ. അവൾ ജോലി റിസൈൻ ചെയ്തു എന്ന് അയാൾ ഫോണിൽ നിന്ന് തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. ഡോക്ടർ ഷാഹുൽ ഇവിടെ നിൽക്കൂ, ബാക്കി എല്ലാവർക്കും പോകാം, നാസർ ഗൗരവത്തിൽ പറഞ്ഞു. സ്റ്റാഫും ഡോക്ടേഴ്സും പുറത്തു പോയതും ഡോക്ടർ ഷാഹുൽ കസേരയിലേക്കിരുന്നു. ഷാഹുൽ, തന്നോട് ഞാൻ പറഞ്ഞതായിരുന്നു അവളെ ആ ദുർഗയിൽ ഉണ്ടാകണം എന്ന്. എന്നിട്ട് തൻ്റെ ഇറസ്പോൺസിബിലിറ്റിയാണ് ഇതിനൊക്കെ കാരണം. അവൾ മിടുക്കിയാണ്. യാതൊരു ഡൗട്ട് തരാതെ അവളുടെ ലക്ഷ്യം നേടി. ഞാൻ ഇനി മഹാദേവനോട് എന്തു പറയും? ഈ വാർത്ത മീഡിയാസ് അറിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കില്ലേ? അയാൾ കൈകൾ തിരുമിക്കൊണ്ട് പറയുകയാണ്. ഷാഹുലിനും മറുപടി പറയാനില്ലായിരുന്നു. 2-3 ദിവസം താൻ വേറെ ഒരു കാര്യത്തിൻ്റെ ശ്രദ്ധയിലായിരുന്നു. ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിൽ പോലും ശ്രദ്ധ കൊടുത്തില്ലായിരുന്നു. തനിക്ക് പോകാം.
ഞാൻ തന്നെ ശ്രദ്ധിക്കണമായിരുന്നു. ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല. ഡോക്ടർ നാസറിന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അയാൾ ദേഷ്യത്തോടെ ആദ്യം അവിടെ നിന്നും എഴുന്നേറ്റുപോയി. പിന്നെ ഷാഹുലും അവിടെ ഇരുന്നില്ല. ഡോക്ടർ നാസർ വെള്ളിയാർ നിലത്ത് ഗസ്റ്റ് റൂമിൽ ഇരിക്കുകയാണ്. തൊട്ടടുത്ത് മഹാദേവനും ഗണേശനും രൂപേഷും ഇരിപ്പുണ്ട്. വീട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം പുറത്തു പോയ സമയം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് രഹസ്യമാക്കി വെക്കാതെ സംസാരിക്കുകയാണ്. എന്തൊക്കെയാണ് താൻ പറയുന്നത് നാസർ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മഹാദേവൻക്ക് ദേഷ്യം അടക്കാനാകുന്നില്ല. എനിക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല മഹാദേവൻ. അവളിൽ സംശയമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ഞാനോ ഹോസ്പിറ്റൽ സ്റ്റാഫോ കണ്ടിട്ടില്ല. എന്നു മാത്രമല്ല കാശിനാഥ് ഇന്നലെ വരെ അധിക സമയം അബ്നോർമൽ ആയിരുന്നു. അവളെയും പല പ്രാവശ്യം ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. ഓ, വലിയ ന്യായം പറയുന്നുണ്ടല്ലോ താൻ. പണം വാങ്ങി താൻ മറുകണ്ഠം ചാടിയതാണ്. ഗണേഷിന് നാസറിൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്നില്ല. അയാൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു, മിസ്റ്റർ മഹാദേവൻ, തൻ്റെ മകനോട് മര്യാദക്ക് സംസാരിക്കാൻ പറയൂ. എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ നിങ്ങളുടെ അടിമയല്ല. പിന്നെ ഞാൻ എന്തു പറയണം? ലക്ഷങ്ങൾ വാങ്ങുമ്പോൾ തനിക്ക് വലിയ ആത്മവിശ്വാസമായിരുന്നല്ലോ. പിന്നെ എങ്ങനെ ഇത് സംഭവിക്കും? ഡാ നിർത്ത്. മഹാദേവൻ ഗണേശനെ നോക്കി കണ്ണുറുക്കിക്കൊണ്ട് പറഞ്ഞു. നോക്ക് മഹാദേവൻ, ഞാൻ അല്ലെങ്കിലേ ടെൻഷനിലാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷനെ ഇത് ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവാക്കാമെന്ന്. അപ്പോൾ തൻ്റെ അച്ഛന് തന്നെയാണ് പുതിയ ഐഡിയ വന്നത്, ശത്രുവിനെ കൊണ്ട് ശത്രുവിനെ ഒതുക്കാം എന്ന്. എന്നിട്ട് തിരിച്ചട്ടി കിട്ടിയപ്പോൾ എൻ്റെ മേലെ പഴി ചാരാൻ നോക്കണ്ട താൻ. ഡോക്ടർ നാസർ ഗണേഷിനെ പല്ലു ഞെരിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ പെൺകുട്ടി ഞങ്ങളുടെ ശത്രുവിൻ്റെ മകളാണ്. ഞാൻ കരുതി അവൾ തന്നെ അവനുള്ള കുഴി ഒരുക്കുമെന്ന്. ആരു കരുതി അവനെയും കൊണ്ട് അവൾ പോകും എന്ന്? നാസറിൻ്റെ ഒഴിഞ്ഞുമാറ്റം മഹാദേവനെയും ചൊടിപ്പിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ എക്സ്ക്യൂസ് കേൾക്കണ്ട മിസ്റ്റർ നാസർ. എന്തിനവളെ സഹായിച്ചു അതെനിക്കറിയണം മിസ്റ്റർ. താൻ എന്നെക്കുറിച്ച് എന്താ കരുതിയത്? തൻ്റെ തനി സ്വഭാവം ഞാൻ തന്നെ പരിചയപ്പെട്ട 2 വർഷം കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വത്തിന് വേണ്ടി മകന് തുല്യമായവനോട് താൻ ചെയ്ത ക്രൂരത അത് തനിക്ക് മാത്രമേ സാധിക്കൂ. നാട്ടുകാർക്ക് മുഴുവൻ അറിയാം തൻ്റെ സ്വത്തെല്ലാം താൻ എന്തിനു ചിലവഴിക്കുന്നു എന്ന്. അതുമാത്രമല്ല മഹാദേവൻ, ഈ വീട്ടിലുള്ളവർക്ക് മാത്രം അറിയാത്ത സത്യം, സ്വന്തം സഹോദരൻ്റെ മരണത്തിൻ്റെ പിന്നിൽ തൻ്റെ കൈകൾ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കൂ. എന്നെ സംശയിച്ച് സമയം കളയാതെ അവനെ കണ്ടെത്താനുള്ള വഴി കണ്ടെത്തൂ. സോറി നാസർ, താൻ ഹൈപ്പറാകാതെ. നാസറിൻ്റെ തുറന്നു പറച്ചിൽ മഹാദേവൻ ഒന്നു പതറി. മകനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ തൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാത്തതിൽ സ്വയം ദേഷ്യം തോന്നി അയാൾക്ക്. ഭ്രാന്തനായ കാശിയെ ഭയപ്പെടേണ്ടതില്ല. പക്ഷേ ബിസിനസ് ടൈക്യൂൺ കാശിനാഥ് അവനെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അവൻ ഒന്നിനോടും ഭയമില്ല. നമ്മുടെ മെഡിസിനാൽ ഭ്രാന്തനായ അവനെ ഹോസ്പിറ്റലിൽ നിന്ന് കാണാനില്ല എന്ന് ഏട്ടത്തി അറിഞ്ഞാൽ നമ്മൾ 2 പേർക്കും മറുപടി പറയേണ്ടി വരും നാസർ. അങ്ങനെ ഭയന്നിരുന്നിട്ട് കാര്യമില്ല മഹാദേവൻ. അവരോട് തുറന്നു പറയൂ കാശിനാഥിനെ കാണാനില്ലെന്ന്. അതെ അച്ഛാ, വല്യമ്മയോട് പറയൂ കാണാനില്ല എന്ന്. എന്ത് കാണാനില്ല എന്ന്? ഇത് ചോദിച്ചുകൊണ്ട് സുനന്ദ അങ്ങോട്ട് വന്നത്. രൂപേഷ് ഒന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി. ഏട്ടത്തി, അത് നമ്മുടെ കാശി, അവനെ ഹോസ്പിറ്റലിൽ നിന്ന് കാണാനില്ല. എന്ത് കാണാനില്ല എന്നോ? ഡോക്ടർ നാസർ, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ എൻ്റെ മോൻ സുഖമില്ലാതെ കിടക്കുകയല്ലേ? പിന്നെ എന്തൊക്കെയാണ് ഈ ദേവൻ പറയുന്നത്? സുനന്ദ അഭിനയത്തിന് തുടക്കം കുറിച്ചു. നോക്ക് ദേവ, നീ വായിൽ തോന്നിയത് പറയാതെ. എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. വേണമെങ്കിൽ പോയി നോക്ക്. അല്ലേ ഡോക്ടർ? ഞാൻ പറയുന്നത് സത്യമാണ് ഏട്ടത്തി. നമ്മുടെ കാശിയെ ആ ദുർഗ കിഡ്നാപ്പ് ചെയ്തു. എന്ത്? അതെങ്ങനെ സാധിക്കും ദേവ? അവൾ നമ്മുടെ ശത്രു അല്ലേ? അവളെ എൻ്റെ കുട്ടിയുടെ അടുപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഡോക്ടർ? പിന്നെ എങ്ങനെ അവൾ കൊണ്ടുപോയി എന്നാണ് നിങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്? എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജയിൽ കയറ്റും, എല്ലാറ്റിനെയും കോടതി കയറ്റും ഞാൻ. അയ്യോ എൻ്റെ കുട്ടി, ബുദ്ധിഭ്രമമുള്ള എൻ്റെ കുട്ടിയെ അവർക്ക് എന്തിനാ ഈശ്വര? എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം ദേവ. എൻ്റെ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ ഡോക്ടർ, നിങ്ങളുടെ ഹോസ്പിറ്റലിനെതിരെ ഞാൻ കേസ് കൊടുക്കും. ദേവ, എൻ്റെ കുട്ടിയെ അന്വേഷിക്ക്. ഏട്ടത്തി, അന്വേഷിക്കാം. ഇങ്ങനെ വിഷമിക്കാതെ മിസ്സിസ് സദാശിവൻ, ഞങ്ങൾ അന്വേഷിക്കാം. കാശിനാഥ് എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ കൊണ്ടുവരാം. അവളുടെ വീട്ടിലേക്ക് പോയി അന്വേഷിക്കട്ടെ. ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയവരെ സ്വന്തം വീട്ടിൽ പൂട്ടിവെക്കുമോ മിസ്റ്റർ? സുനന്ദ പുച്ഛത്തോടെ ചോദിച്ചു. നമ്മുടെ സംശയം തീർക്കണ്ടേ? ഞാൻ അന്വേഷിക്കട്ടെ. എന്നാലും ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോഴും തൃപ്തനല്ല.
അവൾക്കൊറ്റയ്ക്കൊരിക്കലും കാശിയെ കൊണ്ട് പുറത്തു പോകാൻ സാധിക്കില്ല. അവൾക്ക് പിറകെ ആരുടെയൊക്കെയോ കൈകളുണ്ട്. അതെനിക്ക് ഉറപ്പുണ്ട് മഹാദേവ. ഡോക്ടർ നാസറിൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും ആ കാര്യം ശരിയാണെന്ന് തോന്നി. സുനന്ദ ചിന്തയോടെ ചെയറിലേക്കിരുന്നു. തങ്ങളുടെ തന്ത്രം പിടിക്കപ്പെടുമോ എന്ന ഭയം അവർക്കുള്ളിലും നിറഞ്ഞു നിന്നു. അവർ ഇടം കണ്ണിട്ട് തനക്ക് ചുറ്റും നിൽക്കുന്നവരെ ഒന്ന് നോക്കി. എന്നാൽ ഇവർക്കിടയിൽ ഇരുന്നിരുന്ന രൂപേഷിൻ്റെ മനസ്സിൽ കാശി പുറത്തിറങ്ങിയാൽ കാർത്തുവിനെ തനിക്ക് എങ്ങനെ സ്വന്തമാക്കാൻ കഴിയും എന്ന ആശങ്കയായിരുന്നു.